ധർമ്മപ്രിയ ഫൈനാൻസിംഗ് കമ്പനി പ്രൈവറ്റ് ലിമിറ്റഡ്. അമ്പലപ്പാറ പഞ്ചായത്തിൽ സീറ്റ് വർദ്ധിപ്പിച്ചുകൊണ്ടാണ് ഇക്കുറി CPM ഭരണം നിലനിർത്തിയത്. അമ്പലപ്പാറ പഞ്ചായത്തിൽ സീറ്റ് വർദ്ധിപ്പിച്ചുകൊണ്ടാണ് ഇക്കുറി CPM ഭരണം നിലനിർത്തിയത്. 23 വാർഡുകളുള്ള പഞ്ചായത്തിലെ 17 വാർഡുകളിലും വിജയക്കൊടി പാറിക്കാൻ LDFന് സാധിച്ചു. കഴിഞ്ഞ കാലങ്ങളിലെ വികസന പ്രവർത്തനങ്ങൾ മുൻനിർത്തിയാണ് LDF വോട്ട് അഭ്യർത്ഥിച്ചത് എന്നും ജനങ്ങളത് ഏറ്റെടുത്തിട്ടുണ്ടെന്നും നിലവിലെ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശശികുമാർ പറഞ്ഞു. അമ്പലപ്പാറ ഗ്രാമപഞ്ചായത്തിലെ ആകെ 23 സീറ്റാണുള്ളത്. 17 സീറ്റുകളാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നേടിയിട്ടുള്ളത്. ബാക്കി വരുന്നതിൽ 3 സീറ്റുകൾ BJPയും 1 സീറ്റ് UDFൻ്റെ ലീഗ്, 2 സീറ്റുകൾ സ്വതന്ത്രമായിട്ട് മത്സരിച്ചവരാണ് നേടിയിട്ടുള്ളത്. അമ്പലപ്പാറ ഗ്രാമപഞ്ചായത്തിൻ്റെ കഴിഞ്ഞകാല പ്രവർത്തനങ്ങളും വികസനവും മുൻനിർത്തിയാണ് ഞങ്ങൾ ജനങ്ങളെ സമീപിച്ചത്. ജനങ്ങളത് ഏറ്റെടുത്തിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായി തന്നെയാണ് അമ്പലപ്പാറ ഗ്രാമപഞ്ചായത്തിലെ BJPയിൽ നിന്ന് 1 സീറ്റ് നമുക്ക് തിരിച്ചു പിടിക്കാൻ, BJPക്ക് 1 സീറ്റ് കുറയ്ക്കാൻ വേണ്ടി കഴിഞ്ഞത്. മതവും മറ്റും കൂട്ടിക്കലർത്തി വോട്ട് ചോദിച്ച BJPക്ക് പിടിച്ചു നിൽക്കാനായില്ല എന്നും BJPയിൽ നിന്നും 1 സീറ്റ് പിടിച്ചെടുക്കാൻ CPMന് സാധിച്ചു എന്നും അദ്ദേഹം പറഞ്ഞു. അതുപോലെ തന്നെ നമ്മളെ വികസനം ചോദിച്ച് വികസനം പറഞ്ഞ് വോട്ട് ചോദിക്കുമ്പോൾ സ്വാഭാവികമായും മതവും മറ്റ് കാര്യങ്ങളും എല്ലാം കൂട്ടിക്കലർത്തി വോട്ട് ചോദിച്ചതിൻ്റെ എന്നിട്ട് പോലും അവർക്ക് പിടിച്ചു നിൽക്കാനായിട്ടില്ല. പ്രതിപക്ഷം എന്നത് BJPയാണ്. 3 സീറ്റിൽ അവർ ഒതുങ്ങി. ഇത്രയാണ് അമ്പലപ്പാറ ഗ്രാമപഞ്ചായത്തിൻ്റെ പൊതുവെയുള്ള കക്ഷി നിലകൾ. വരും കാലങ്ങളിൽ വലിയ വികസനം നടത്താൻ സാധിക്കുന്ന ഭരണസമിതിയായിരിക്കും ഇത്തവണ അമ്പലപ്പാറ പഞ്ചായത്ത് ഭരിക്കുക എന്നും ജനങ്ങൾക്കൊപ്പം ഉണ്ടാവുമെന്നും ശശികുമാർ പറഞ്ഞു. അമ്പലപ്പാറ ഗ്രാമപഞ്ചായത്തിൻ്റെ വരും കാലങ്ങളിൽ വളരെ നല്ല പ്രവർത്തനം കഴിഞ്ഞ കാലങ്ങളിലേക്കാൾ ഉപരിയായി നടത്താൻ പറ്റാവുന്ന നല്ലൊരു ടീം തന്നെയാണ് പഞ്ചായത്തിൽ ഇടതുപക്ഷ സാരഥികളായി എത്തിയിട്ടുള്ളത്. എല്ലാവർക്കും അവരാഗ്രഹിക്കുന്ന രൂപത്തിലുള്ള വികസനം കൊണ്ടുവരാൻ എല്ലാ സമയത്തും ജനങ്ങളോടൊപ്പം നിൽക്കാൻ കഴിയുന്ന ഒരു ടീം തന്നെ ഇടതുപക്ഷത്തിനുണ്ട്. ഞങ്ങൾ മുന്നോട്ട് പോവുക തന്നെ ചെയ്യും.